ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാട്ടോ. ദുബായിൽ വെച്ചിട്ടാണ് പാർട്ടി. ഒരു ക്രൂസിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ക്രൂസ് ട്രാവൽ ഈസ് ആക്ച്വലി വൺ ഓഫ് മൈ ഡ്രീം. സോ പാർട്ടിക്ക് പോകാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നൈറ്റ് 9 o'clock ബോർഡിംഗ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സമയം 8:30 ആണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. യുഎഇയിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. കുറേ സമയം ബ്ലോക്കിൽ കിടന്ന് നമുക്ക് നഷ്ടമാവും. ദുബായിയുടെ നൈറ്റ് വ്യൂ സൂപ്പറാണ് കാണാൻ. എനിക്ക് നൈറ്റിൽ ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഏകദേശം ഹാഫ് ആൻ അവർ ട്രാവലാണ് ഷാർജയിൽ നിന്നും ദുബായിലോട്ടുള്ളത്. ബട്ട് ഞങ്ങൾ എന്ന് ദുബായിക്ക് പോയാലും അരമണിക്കൂർ ട്രാവൽ 1 hour ട്രാവലായിട്ട് മാറാറുണ്ട്. ഗൈസ്, ആ കാണുന്നത് ബുർജ് ഖലീഫയാണ് കേട്ടോ. ഈ മഹാ അത്ഭുതം എവിടെ നിന്ന് കണ്ടാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ക്രോസിൽ നിന്നാൽ വൺ ഓഫ് ദി സൈഡ് വ്യൂ ഈ ബുർജ് ഖലീഫയാണ്. ഗൈസ്, അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഈ ഫയർ വർക്ക്സ് കണ്ടത്. ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന്. ബട്ട് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. കുറച്ച് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എന്തോ മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അതിന്റെ പാർട്ടാണ് ഈ ഫയർ വർക്ക്സ്. കുറച്ചു നേരം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ അത് കണ്ടു. പിന്നെ ബോർഡിങ്ങിന് സമയമായതിനാൽ അധിക നേരം അവിടെ നിന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ഹാർബറിലോട്ട് എത്തി. ഇവിടുത്തെ മറ്റൊരു ടാസ്ക് വണ്ടി പാർക്കിങ്ങിൽ ഇടുന്നതാണ്. അതിന് സ്പേസ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തോ ഭാഗ്യത്തിന് പാർക്കിംഗ് കിട്ടി. വണ്ടി പാർക്കിങ്ങിലിട്ട് ഞങ്ങൾ ഹാർബറിലോട്ട് നടന്നു. ഗൈസ്, നിങ്ങൾ ഈ ബിൽഡിംഗ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? എനിക്കിത് കണ്ടപ്പോൾ എവിടെയൊക്കെയോ കണ്ട ഒരു ഓർമ്മ പോലെ. ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ പിക്ചേഴ്സിലോ ഒക്കെ ആയിരിക്കാം. എസ്പെഷ്യലി ഈ ഈന്തപ്പനകളും അതിന്മേലുള്ള ഈ ലൈറ്റുകളും. ഇത് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പിന്നീട് ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ലക്ഷറിയസ് 5 star ഹോട്ടലാണ്. പലാസോ വേഴ്സസ് ദുബായ് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരിക്കും മിക്കവാറും ഏറ്റവും ലാസ്റ്റ് എത്തിയ ആൾക്കാർ. അതിനേ ചാൻസ് ഉള്ളൂ. ധാരാളം ക്രൂസസുകൾ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നെക്സ്റ്റ് ട്രാവലിന് റെഡിയായി കിടക്കുമായിരുന്നു. ദാ ആ കാണുന്ന ബ്രിഡ്ജിലൂടെയാണ് കുറച്ചു മുന്നേ നമ്മൾ വന്നത്. ഈവനിങ് 7:30 ഓൺവേർഡ്സ് ആണ് ക്രൂസ് ട്രാവലിംഗ് സ്റ്റാർട്ട് ആവുക. ഇന്റർനാഷണൽ ക്ലീൻ മറീന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ മറീനയ്ക്ക്. ഇവിടുത്തെ ക്രൂസ് ട്രാവലിംഗ് എല്ലാം വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കാണുന്നതാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ക്രൂസ്. ഈ വാവയുടേതാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ ഞങ്ങൾ ക്രൂസിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു ക്രൂസിൽ ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പർ ഡെക്കിലോട്ടാണ് ഞങ്ങൾ കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. നിറച്ചും ആൾക്കാരായിരുന്നു. ഇത്രയധികം ആൾക്കാരുണ്ടാകുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഗൈസ്. അപ്പുവിൻ്റെ പരിചയക്കാരാണ് ഇവരെല്ലാവരും. അവരുടെ വാവയുടേതാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ക്രൂസ് സ്റ്റാർട്ട് ചെയ്തു. ക്രൂസിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം തന്നെ കാണാൻ. ആ കാണുന്ന ബോട്ട് പോകുന്ന പോലെ ബ്രിഡ്ജിന്റെ അടിയിലൂടെയാണ് നമ്മളും പോകാൻ പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മാരേജ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം. ഇവിടെ നിന്നുമാണ് മുന്നേ നമ്മൾ ഫയർ വർക്ക്സ് കണ്ടത്.
അങ്ങനെ നമ്മൾ ബ്രിഡ്ജിന്റെ അടിയിലെത്തിയിരിക്കുവാണ്. ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ മറ്റേതോ വേൾഡിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഫീലാണ് നമുക്ക് തോന്നുന്നത്. വെള്ളത്തിന് നടുവിലെ വണ്ടേഴ്സ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്രൂസിലേക്ക് ഇങ്ങനെ ഒരാൾ കയറി വന്നു. ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അത്. സ്കേർട്ട് യൂസ് ചെയ്തിട്ടാണ് പുള്ളിയുടെ ഡാൻസ്. ആള് ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തലകറങ്ങും. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി തനൂറ എന്നാണ് ഈ ഡാൻസിന്റെ പേര്. തനൂറ എന്ന വാക്കിന്റെ അർത്ഥം പാവാട എന്നാണ്. സ്കേർട്ടാണല്ലോ ഇതിന്റെ മെയിൻ ഐറ്റം. അങ്ങനെ പോകുമ്പോൾ ഞാനത് കണ്ടു ഗൈസ്. യെസ്, ബുർജ് ഖലീഫ. ഇതിന്റെ വ്യൂ കാണാനാണ് ഞാൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരുന്നത്. ബുർജ് ഖലീഫയേക്കാൾ പൊക്കം കുറഞ്ഞ വേറെയും ധാരാളം ബിൽഡിങ്സ് കാണാമായിരുന്നു. ഇതിനിടയ്ക്ക് വേറെയും ക്രൂസ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. അവയുടെ ലൈറ്റുകളിൽ നിന്നുള്ള പ്രകാശം വെള്ളത്തിൽ തട്ടുമ്പോൾ വെള്ളം നല്ല കളർഫുൾ ആയിരുന്നു കാണാൻ. ക്രൂസുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നുമുള്ള ലൈറ്റ്സ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ബിൽഡിങ്ങിൽ നിന്നുള്ള ലൈറ്റ്സും വെള്ളത്തെ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡിന്നർ ടൈം ആയിരുന്നു. ഞങ്ങളും ഡിന്നറിന് വേണ്ടി ക്യൂ നിന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്തു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ളതെല്ലാം നമുക്ക് എടുക്കാമായിരുന്നു. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ഒക്കെ കണ്ട് ക്രൂസിലിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ്. സെയിം ബ്രിഡ്ജിന്റെ അടിയിലൂടെ തന്നെയാണ് പോകുന്നത്. ഗൈസ്, നമ്മളിപ്പോഴും വന്ന ഉദ്ദേശം നടന്നിട്ടില്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലല്ലോ. സോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അപ്പർ ഡെക്കിൽ നിന്നും താഴോട്ട് ഇറങ്ങി. മറ്റ് പല സെലിബ്രേഷൻസും ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അടുത്തതാണ് നമ്മുടേത്. വാവ ഇതാ റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോഴേക്കും ക്രൂസ് പോയടത്ത് തന്നെ തിരിച്ചെത്തിയിരുന്നു. അങ്ങനെ ഏകദേശം 11 o'clock കൂടി ക്രൂസ് തിരിച്ചെത്തി. ക്രൂസ് ട്രാവലിനോട് ബൈ ബൈ പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ട്രാവൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ആ കാണുന്ന പാലത്തിലൂടെ വേണം തിരിച്ചു പോവാൻ. ഇങ്ങോട്ട് വന്നതും അതിലൂടെ തന്നെ ആയിരുന്നു കേട്ടോ. ഗൈസ്, ഇതൊരു ആർട്ട് സെന്റർ ആണ്. ദുബായിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പവലിയനാണത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് തിരിച്ചെത്തി ഗൈസ്. ഈ വണ്ടികളുടെ എണ്ണം കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരാളുകൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ദുബായ് മറീനയും ക്രൂസ് ട്രാവലിംഗും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.